ഇവിടെ എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി നടപ്പാക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാം കാണുകയല്ലേ. ബി ജെ പി ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായത്തിന് തുടക്കമിട്ട പാർട്ടിയാണ്. അവരെങ്ങനെ ആളുകൾ പിടിക്കുന്നത്? ഞാനീ പറഞ്ഞിരിക്കുന്ന 13 PCC പ്രസിഡന്റുമാരും അതുപോലെ തന്നെ 200ഓളം MP MLA മാരും അതുപോലെ കോൺഗ്രസിൻ്റെ 13 മുഖ്യമന്ത്രിമാരും ഇവരൊന്നും പോയിരിക്കുന്നത് വെറുതെയല്ല. ഒന്നുകിൽ ഭീഷണി അല്ലെങ്കിൽ പണം. ഇങ്ങനെ ആളുകളെ പണം കൊടുത്ത് വാങ്ങുക, അതുപോലെ ഭീഷണിപ്പെടുത്തി വഴങ്ങിക്കുക, ഇത്തരമൊരു നിലപാട് രാജ്യത്തിനകത്താകെ സ്വീകരിച്ചുകൊണ്ടാണ് ബി ജെ പി നിൽക്കുന്നത്. അത് തന്നെയാണ് രാജ്യത്ത് എവിടെ അവർ നടപ്പാക്കുന്നത്. അതിന് ഞാൻ പറയുന്ന കാര്യം, ഇതിപ്പോൾ ഈ പോയിരിക്കുന്നപ്പോൾ ഇവർ വളരെ പ്രധാനപ്പെട്ട PCC അധ്യക്ഷന്മാർ എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ലോ. 3 പേര് സംസ്ഥാനം നയിച്ചവരാണ്. മുഖ്യമന്ത്രിമാരെന്ന് പറഞ്ഞ പിന്നെ പുതിയ ആളുകളല്ലല്ലോ. അവർ ഇന്ത്യ രാജ്യത്തിലെ 13 സ്റ്റേറ്റുകൾ നയിച്ചവരാണ്. അവർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അരുണാചൽ പ്രദേശ്, ഗോവ, മണിപ്പൂർ, അതുപോലെ കർണാടക, മധ്യപ്രദേശ് ഇവിടങ്ങളെല്ലാം ജയിച്ച പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ആ ജയിച്ച പാർട്ടിയിലെ MLA മാരെ വിലക്ക് വാങ്ങിച്ചിട്ട് അവിടെ കോൺഗ്രസിൻ്റെ അതേ മുഖ്യമന്ത്രിയെ ബി ജെ പി ആക്കി. എന്ന് പറഞ്ഞാൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എന്താ വ്യത്യാസം? അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ മാതൃഭൂമി എന്തിനാ ഈ പറയുന്ന തൃശ്ശൂരിൽ മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് സ്ഥാപിക്കുന്നത്? ഈ കേരളത്തിൽ ഓരോ മണ്ഡലത്തിലും മത്സരം ബി ജെ പിയും അതുപോലെ പിന്നെ ഏതെങ്കിലും പാർട്ടി തമ്മിലല്ല, UDFും LDFും തമ്മിലാണ്. തൃശ്ശൂരിലും അതെ, അവിടെ മത്സരം നടക്കുന്നത് UDFും LDFും തമ്മിലാണ്. പിന്നെ അവര് പലതും പറയും. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറക്കാൻ ഉണ്ടായിരുന്നല്ലോ സ്ഥാനാർത്ഥി ബി ജെ പിക്ക്. 30 MLA മാരെ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത് ചെറിയ ആളല്ലല്ലോ, അഖിലേന്ത്യാ നേതാവല്ലേ. ഈ കേരളം വേണമെങ്കിൽ നിങ്ങൾ ഭരിക്കും എന്ന് പറഞ്ഞ ആരാ? ബി ജെ പി അല്ലേ. അവർക്ക് ഒറ്റ കാര്യമുള്ള കേരളത്തിൽ. അവർ വിചാരിക്കുന്നത് ഈ പല്ലിയാണ് കേരളത്തിന്റെ ഉത്തരം താങ്ങുന്നതെന്നാണ്. അതല്ല എന്നുള്ളത് കേരളം അറിയുന്ന എല്ലാവർക്കും അറിയാം. അവിടെ തൃശ്ശൂരിൽ മത്സരം ബി ജെ പിയും കോൺഗ്രസ് തമ്മിലൊന്നും അല്ല, LDF UDF തമ്മിലാണ്. ഞങ്ങൾക്കതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, മാതൃഭൂമി എന്തിനാണ് തൃശ്ശൂരിലെ മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? അങ്ങനെ ഒരു സ്ഥാപിക്കാനുള്ള ശ്രമവുമില്ല. ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കത്തിനെതിരെയാണ് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയത്. അപ്പോൾ അതൊരു പോരാട്ടത്തിന് ഇറങ്ങി പുറപ്പെടലാണ്. അതിനെ മാത്രമാണ് സൂചിപ്പിച്ചത്. അല്ലാതെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കാൻഡിഡേറ്റ് ഇത്, 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കാൻഡിഡേറ്റ് ഇത്, 3ാം സ്ഥാനത്ത് CPM എന്നിവിടെ ആരും പറഞ്ഞില്ല. VS സുനിൽകുമാർ CPM-ന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂരിൽ. അത് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെയൊക്കെ. അല്ലാതെ അങ്ങനെ ഒരു സ്ഥാപനവും ഇവിടെ ഇല്ല. ഞാൻ ചോദിക്കട്ടെ മാധു, ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോഴാണ് മുരളി അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത് എന്ന വസ്തുത നിങ്ങൾക്കറിയോ? ഇതിപ്പോ ആളുകൾക്ക് എങ്ങനെയും കാര്യങ്ങൾ പറയാം. ശൈലജ ടീച്ചർ വടകരയിൽ ജയിക്കുമെന്നുള്ള ആർക്കറിയാതിരിക്കുന്നത്? അതുകൊണ്ട് സുരക്ഷിതമായ ഒരു സീറ്റ് തേടിയാണ് മുരളി അങ്ങോട്ടേക്ക് പോയത് എന്നും പറയാലോ. അതുകൊണ്ട് ഇവിടെ ഇപ്പോ പറയുവാണെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ KK ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം ഇന്നലെ അല്ല പ്രഖ്യാപിച്ചത്. ഇന്നലെ ഈ ചോദ്യം K മുരളീധരൻ അഭിമുഖീകരിക്കുമ്പോൾ വടകരയിൽ നിന്ന് പോകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തിപരമായി രാവിലെ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പത്മജ വേണുഗോപാലിന്റെ ഈ പറയുന്ന രാഷ്ട്രീയ കൂറുമാറ്റം വലിയ തോതിൽ സജീവമാവുകയും കോൺഗ്രസ് അതിനൊരു മറുതന്ത്രം മെനയുകയും ചെയ്തപ്പോൾ വടകര ഉപേക്ഷിച്ച് തൃശ്ശൂരിൽ വരാനുള്ള പാർട്ടി തീരുമാനം ഏറ്റെടുക്കുകയാണ് താൻ എന്ന് തന്നെയാണ് K മുരളീധരൻ പറഞ്ഞത്. അതെങ്ങനെയാണ് KK ശൈലജയെ പേടിച്ചിട്ടുള്ള പോക്കാണ് എന്ന് CPM വിലയിരുത്തുന്നതെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. അത് അഭിപ്രായ പ്രകടനമാണല്ലോ. അല്ല, കഴിഞ്ഞ ഒരു 10 ദിവസക്കാലമായിട്ട് KK ശൈലജ ടീച്ചർ മണ്ഡലത്തിലുണ്ടല്ലോ. അവരുടെ പര്യടനം കൃത്യമായിട്ട് കോൺഗ്രസുകാർ കാണുന്നുണ്ടാവുമല്ലോ. ഒരു മണ്ഡലം എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ ഈ കഴിഞ്ഞ 10 ദിവസക്കാലം ധാരാളമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പരാജയം ഏറ്റുവാങ്ങുന്നതിനേക്കാൾ നല്ലത് ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കിയിട്ട് തൃശ്ശൂരിലേക്ക് മാറുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം ആലോചിച്ച് കാണും. മറ്റല്ലാതെ ഞാൻ ചോദിക്കട്ടെ, കരുണാകരന്റെ കുടുംബത്തില് ഒരാൾ BJP-യിൽ പോയി എന്ന് പറയുന്ന ഇത്രയും വലിയ അപമാനം ഈ കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടാക്കിയ പിന്നെ കുടുംബം ഏതാ? കരുണാകരന്റെ കുടുംബമല്ലേ? നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ലേ? ഈ കേരളത്തിലെ കോൺഗ്രസിന് ഇത്രയും വലിയ അവമാനം ഉണ്ടാക്കാൻ കരുണാകരന്റെ കുടുംബത്തിനല്ലാതെ ഒരാൾക്കാർ സാധിക്കുക? എന്നിട്ട് അതിനോട് പടവെട്ടാൻ ഞാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒരു തമാശയായിട്ട് മാത്രമേ ആളുകൾ പരിഗണിക്കുള്ളൂ. പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് AK ആന്റണിയുടെ മകനാണ്. ഇവിടെ ഒരു സ്ഥാനാർത്ഥിത്വം ഒന്നും കരുണാകരന്റെ കുടുംബത്തിൽ നിന്നുണ്ടായിട്ടില്ല. പാർട്ടി കൂറുമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന്റണിയുടെ മകൻ പോയപ്പോഴും CPM സമാനമായ ആരോപണമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പാർട്ടി രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പാരമ്പര്യമായി കിട്ടേണ്ട ഒന്നല്ലല്ലോ. അതായത് ഇപ്പം K മുരളീധരൻ തന്നെ കോൺഗ്രസിൽ K കരുണാകരന്റെ മകനായി
പല സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പാർട്ടി രൂപീകരിച്ചു പോകുന്നു. തിരിച്ചു വരുന്ന കരുണാകരന്റെ മകൻ അല്ലെങ്കിൽ തിരിച്ചു വന്ന കെ മുരളീധരൻ പിന്നീട് വളർന്നും വളർത്തിയും ഉണ്ടാക്കിയതാണ് കോൺഗ്രസിൽ ഇപ്പോൾ അദ്ദേഹത്തിനുള്ള സ്ഥാനം അല്ല എന്ന് പറയാൻ കഴിയുമോ? അല്ലെ, മുരളീധരനെ പറ്റി ഇനി വ്യക്തിപരമായി ചർച്ച ചെയ്യാനൊന്നും ഞാനില്ല. ഞാൻ പറയുന്ന കാര്യം ഒറ്റയൊന്നേ ഉള്ളൂ. ഈ കേരളത്തിലെ ഏറ്റവും പ്രാമാണികനായ കോൺഗ്രസ് നേതാവ് ചരിത്രത്തിൽ കരുണാകരനാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ BJPക്ക് റാഞ്ചാൻ കഴിഞ്ഞിരിക്കുന്നു. അത് കോൺഗ്രസ് കുടുംബത്തിന് കരുണാകരന്റെ കുടുംബത്തിന് ഉണ്ടാക്കപ്പെട്ട് കഴിഞ്ഞ ഏറ്റവും വലിയ ആഘാതമാണ്. ആ ആഘാതം ഞാൻ എന്തോ പ്രതിരോധത്തിൽ നിൽക്കുന്നു എന്ന് മുരളീധരൻ പറഞ്ഞ ഇല്ലാതാവില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു നടത്തുള്ളൂ. കേരളത്തിലെ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ കരുണാകരന്റെ കുടുംബം ഇങ്ങനെ ചതിക്കാമോ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്.